BJP കോഴിക്കോട് സിറ്റി ജില്ലയുടെ ജില്ലാതല മെഗാ തിരംഗയാത്ര കേളപ്പജി സ്ക്വയറിൽ നിന്നും മുതലക്കുളത്തേക്ക് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. രമ്യ ദാസുണ്ട് വിവരങ്ങൾ നൽകുവാനായി. രമ്യ, വിവരങ്ങൾ. ആരിശ്രീ, ദേശീയ പതാകയുടെ ആദരസൂചകമായിട്ടാണ് നിലവിൽ ഇപ്പോൾ കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള തിരംഗ യാത്ര പുരോഗമിക്കുന്നത്. കേളപ്പജി നഗറിൽ നിന്നും പുരോഗമിച്ച യാത്ര മുതലക്കുളത്ത് സമാപിക്കും. നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങൾ തന്നെയാണ്, ഈ തിരംഗ യാത്രയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. BJPയുടെ മുൻ അധ്യക്ഷനായിട്ടുള്ള CK പത്മനാഭനാണ് ഈ റാലി കേളപ്പജി നഗറിൽ നിന്നും ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് ഈ യാത്ര അവസാനിക്കുന്നത് മുതലക്കുളത്താണ്. അതായത് നമുക്കറിയാം, ദേശീയ പതാകയോടുള്ള സ്നേഹം അല്ലെങ്കിൽ ആദരസൂചകമെല്ലാം വളർത്തുന്നതായിട്ടാണ് ഇത്തരത്തിലൊരു തിരംഗ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് രാജ്യത്തിൻ്റെയും അതുപോലെ സംസ്ഥാനത്തിൻ്റെയും എല്ലാ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലൊരു റാലി BJPയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനം ജനങ്ങളിലേക്ക് ഇത്തരത്തിലൊരു രാജ്യസ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആദരസൂചകം ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമുള്ളത്. ഈ ദേശീയ നമുക്കറിയാം, ഇപ്പോൾ അടുത്ത കാലത്തായി ഈ വന്ദേമാതരം ഗാനത്തോടുള്ള ഇത്തരത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ എതിർപ്പുകൾ, ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം നമുക്കറിയാം. ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ തിരംഗ യാത്രയുടെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യമുള്ളത്. കൂടാതെ തന്നെ ഈ ദേശീയ ഗീതമായ വന്ദേമാതരത്തിൻ്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ക്യാമ്പയിനും ഇത്തരത്തിലൊരു വലിയൊരു പ്രാധാന്യം ഈ ഒരു യാത്രയ്ക്കുണ്ട്. ഇത്തരത്തിൽ ആഗസ്റ്റ് 17 വരെയാണ് ഇത്തരത്തിലൊരു യാത്ര ഇത്തരത്തിൽ BJPയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. നിലവിൽ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടിൻ്റെ നഗരഹൃദയത്തിൽ നിന്നും കേളപ്പജി നഗറിൽ നിന്നും ആരംഭിച്ച യാത്ര ഇത്തരത്തിൽ BJPയുടെ എല്ലാം മുതിർന്ന നേതാക്കന്മാരുണ്ട്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ട്, ഇത്തരത്തിൽ നിരവധി പ്രവർത്തകരുണ്ട്, വിവിധ മേഖലയിലുള്ള ആളുകളെല്ലാം തന്നെ ഈ യാത്രയിൽ പങ്കെടുക്കുന്നു. ഇവിടുന്ന് തുടർന്നുകൊണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് യാത്ര. നിലവിൽ ഈ യാത്ര മുതലക്കുളത്താണ് സമാപിക്കുന്നത്. BJPയുടെ മുൻ അധ്യക്ഷനായിട്ടുള്ള CK പത്മനാഭനാണ് ഈ കേളപ്പജി നഗറിൽ നിന്നും ഈ യാത്ര ഉദ്ഘാടനം ചെയ്ത് നിലവിൽ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. വലിയൊരു ദേശീയ പതാകയാണ് കയ്യിലേന്തിക്കൊണ്ടാണ് നിരവധി പ്രവർത്തകർ ഈ രാജ്യസ്നേഹം ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് വളർത്തിയെടുക്കുക എന്നുള്ള കൃത്യമായ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു യാത്ര നിലവിൽ കോഴിക്കോടിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നത്. നിരവധി പ്രവർത്തകരുണ്ട്. വളരെ ആവേശത്തിൽ തന്നെയാണ് ഓരോരുത്തരും ഉള്ളത്. ഈ ദേശീയ പതാകയെല്ലാം പിടിച്ചുകൊണ്ടാണ്. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി തേടാം. എങ്ങനെയുണ്ടോ ഈ ഒരു റാലിയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഒരു ദേശീയ സ്നേഹം വളർത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. എന്ത് തോന്നുന്നു ഈ ഒരു ഘട്ടം? വളരെ സന്തോഷമുണ്ട്. ഇതന്നെയാണ് ഓരോ പ്രവർത്തകരും പറയുന്നത്. കാരണം വളരെയധികം സന്തോഷമുണ്ട് അവർക്കൊക്കെ. കാരണം ഒരു ദേശീയ സ്നേഹം അല്ലെങ്കിൽ രാജ്യസ്നേഹം വളർത്തിയെടുക്കുക എന്ന് തന്നെയാണ് ഇതിലൂടെ അവരെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വലിയ ദേശീയ പതാക ആണ് ഇത്തരത്തിൽ കയ്യിലേന്തിക്കൊണ്ടാണ് നിരവധി പ്രവർത്തകർ, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, അങ്ങനെ നിരവധി പ്രവർത്തകർ ഈ കോഴിക്കോടിൻ്റെ ഹൃദയ ഭാഗങ്ങളിലൂടെ എല്ലാം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആരതി? BJP കോഴിക്കോട് സിറ്റി ജില്ലാ മെഗാ തിരംഗ യാത്രയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കേളപ്പജി സ്ക്വയറിൽ നിന്നും മുതലക്കുളത്തേക്ക് BJP ആണ് യാത്ര നടക്കുന്നത്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭനായിരുന്നു യാത്ര ഉദ്ഘാടനം ചെയ്തത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രമ്യ, ആവേശഭരിതം തന്നെയാണ്, നമുക്ക് അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് ദൃശ്യങ്ങളിൽ നിന്നും? തീർച്ചയായും ആവേശഭരിതം തന്നെയാണ്. കാരണം നമുക്കറിയാം, ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം നിരവധി പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഈ ദേശീയ പതാക കയ്യിലേന്തിക്കൊണ്ട് ഈ ഒരു തിരംഗ യാത്രയിൽ ചേർന്നിട്ടുള്ളത്. കൃത്യമായി തന്നെ ദേശീയ ഗീതം ആലപിക്കുന്നുണ്ട്, വന്ദേമാതരം ആലപിക്കുന്നത്. നിരവധി ഈ ഒരു രാജ്യസ്നേഹം വിളിച്ചോതുന്ന ഓരോ ആളുകളിലേക്കും അത് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് കൃത്യമായി തന്നെ ഈ ഒരു യാത്രയുടെ ലക്ഷ്യമുള്ളത്. നമുക്കെല്ലാം ദൃശ്യങ്ങൾ കാണാം. നിരവധി ആളുകളാണ്, അതായത് സ്ത്രീ പുരുഷ ഭേദമന്യേ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് കൂടുതൽ പ്രതികരണം കൂടി ഈ ഒരു അവസരത്തിൽ തേടാവുന്നതാണ്. എങ്ങനെ തോന്നുന്നു ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നത്? അടിപൊളിയായി തന്നെ. ഇത് രാജ്യസ്നേഹം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. രാജ്യസ്നേഹം ജനങ്ങളിലേക്ക് എത്തിക്കുക, വളർത്തിയെടുക്കുക, രാജ്യസ്നേഹം കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഈ ഒരു സ്ഥലത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് ഈ റാലി? ജനങ്ങളെ പങ്കാളിത്തം, യുവാക്കളെ പങ്കാളിത്തം കൂടുതലായിട്ട് റാലിയിലുണ്ട്.
ഇത് തന്നെയാണ് ഓരോ ആളുകളും പറഞ്ഞു വെക്കുന്നത്. കാരണം കൃത്യമായി തന്നെ രാജ്യസ്നേഹം വളർത്തിയെടുക്കുക ഓരോരുത്തരുടെയും പങ്കാളിത്തം ഈ ഒരു റാലിക്ക് വേണം. കാരണം എനിക്കറിയാം, എൻ്റെ ദൃശ്യങ്ങളിൽ പുറകെ കാണുന്ന ദൃശ്യങ്ങളൊന്നും നോക്കിയാൽ അറിയാം. കാരണം നിരവധി ആളുകളാണ് ഈ ഒരു റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഒരു റാലി വിജയിപ്പിക്കുന്നതിനായിട്ട് ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ BJP-യുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള CK പത്മനാഭനാണ് ഈ റാലി ഉദ്ഘാടനം ചെയ്ത് ഈ റാലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗങ്ങളിലൂടെയാണ് ഈ റാലി നിലവിലിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അല്പസമയങ്ങൾക്കുള്ളിൽ റാലി കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്തിലൂടെ കടന്നുപോയി മുദ്രക്കുളത്താണ് സമാപിക്കുക. നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നത്. എല്ലാവരുടെ കയ്യിലും ദേശീയ പതാകയുണ്ട്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു, വലിയൊരു ദേശീയ പതാക സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഏറ്റവും മനോഹരമായ ദൃശ്യമാണ്. കാരണം ഈ രാജ്യസ്നേഹം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു യാത്രയുടെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു ഘടകം. ഈ ഒരു വിഷയത്തിൽ അതായത് 2022 പ്രധാനമന്ത്രിയുടെയൊക്കെ നേതൃത്വത്തിൽ വീടുകളിൽ ഉൾപ്പെടെ എല്ലാ വീടുകളിലും ത്രിവർണ്ണ പതാക ക്യാമ്പയിനൊക്കെ ആരംഭിച്ചിരുന്നു. നമുക്കറിയാം, ഇത്തരത്തിൽ വീടുകളിലെല്ലാം അതിൻ്റെയൊക്കെ തന്നെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. കാരണം ജനങ്ങളിലേക്ക് ഇത്തരത്തിൽ രാജ്യസ്നേഹം വളർത്തിയെടുക്കുക, ജനങ്ങളിലേക്ക് അതിൻ്റെ ആശയം കൃത്യമായി തന്നെ എത്തിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ അവരവരുടെ വീടുകളിലൊക്കെ ദേശീയ പതാക ഉയർത്തുന്നതിനും ദേശീയ സ്നേഹവും അതുപോലെ ദേശീയ ഐക്യവും ഒക്കെ ബന്ധപ്പെട്ട പരിപാടികളിലൊക്കെ പങ്കെടുക്കാനും എല്ലാം പ്രോത്സാഹനം എല്ലാം നൽകിയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഓരോ വീടുകളിലും ഇത്തരത്തിലൊരു രാജ്യസ്നേഹം എത്തണം, അതിനുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തണം. അതായത് ഓരോ കുട്ടികളെ വളർന്നു വരുന്ന പുതിയ തലമുറയിലേക്ക് കൂടി ഇത്തരം കാര്യങ്ങൾ എത്തിക്കുക, കൂടുതൽ അവരെ രാജ്യസ്നേഹമുള്ളവരാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെയൊക്കെ BJP ലക്ഷ്യം വയ്ക്കുന്നത്. നിലവിൽ കോഴിക്കോട് ജില്ലയുടെ സിറ്റി ജില്ലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തിരംഗ യാത്രയാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളെല്ലാം കാണുന്നത് ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് നഗരവീതിയിലൂടെയാണ് ഇത്തരത്തിൽ അനേകം ജനങ്ങൾ ഈ ദേശീയ പതാകയും എല്ലാം ഏന്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ അല്പസമയത്തിന് മുൻപുമാണ് കോഴിക്കോട് ഹൃദയഭാഗത്ത് നിന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേളപ്പച്ചി നഗറിൽ നിന്നും ഈ ഒരു യാത്ര ആരംഭിച്ചിട്ടുള്ളത്. നിരവധി ആളുകൾ ഈ ഒരു യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഈ ദേശീയ പതാകയെല്ലാം ഏന്തിക്കൊണ്ട്. കാരണം ഇത് പങ്കെടുക്കുന്ന ആളുകൾ മാത്രമല്ല, ഈ നഗരത്തിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന നിരവധി ആളുകൾ ഈ ഒരു റാലി കാണുന്നുണ്ട്. അപ്പോൾ നിലവിൽ അവരിലേക്കും ഈ ഒരു ആശയം എത്തിക്കുന്നതിനും കാരണം ഒക്കെ ഈ ഒരു റാലി ഏറ്റവും പ്രയോജനപ്രദമാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിരവധി ആളുകൾ ഇത്തരത്തിൽ ഈ ഒരു ഇത്രയും മനോഹരമായ ഏറ്റവും മനോഹരമായ വ്യക്തമാണ്. BJP കോഴിക്കോട് സിറ്റി ജില്ലയുടെ ജില്ലാതല മെഗാ തിരംഗ യാത്ര കേളപ്പജി സ്ക്വയറിൽ നിന്ന് മുതലക്കുളത്തേക്ക് നടക്കുകയാണ്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭനാണ് ഉദ്ഘാടനം ചെയ്തത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.